श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ, എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാമായണം ആഴത്തിലേക്ക് വായിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ, ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭരതൻ ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോയ സന്ദർഭം നമുക്കറിയാം. രാമനെ, ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ വാദപ്രതിവാദത്തിൽ യുക്തിയിലൊക്കെ തോൽപ്പിക്കാൻ പറ്റിയ വിദഗ്ധരൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ എല്ലാ വാദങ്ങളെയും രാമൻ നിരാകരിച്ചുകൊണ്ട് അച്ഛന് കൊടുത്ത അല്ലെങ്കിൽ താൻ കൊടുത്ത സത്യം പാലിക്കാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു കാരണവശാലും അയോധ്യയിലേക്കില്ല. ആ നിലപാടെടുത്ത സമയം ഭരതൻ ഒരു തീരുമാനം അറിയിക്കുന്നു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അന്നും ഇന്നും ഇനി എന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ആ തീരുമാനം, ജ്യേഷ്ഠൻ വരുന്നില്ലെങ്കിൽ അങ്ങയുടെ പാതുകങ്ങൾ എനിക്ക് തരണം. ആ പാതുകങ്ങൾ അങ്ങയെ പ്രതിനിധീകരിച്ച് സിംഹാസനത്തിൽ വെച്ച് ഞാൻ രാജ്യം ഭരിച്ചുകൊള്ളാം. ഇത് ലോകചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. ഒരു രാജാവ് അധികാരം ഞാൻ ഏൽക്കില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാതുകങ്ങൾ അനുജൻ സിംഹാസനത്തിൽ വെച്ച് ഭരിച്ച ചരിത്രം, അധികാരത്തിന് വേണ്ടിയും സിംഹാസനങ്ങൾക്ക് വേണ്ടിയും എത്രയോ യുദ്ധങ്ങളും കൊലകളും ബന്ധുക്കളെയൊക്കെ വധിച്ച് അച്ഛനമ്മമാരെ പോലും വധിച്ച് തടവിലിട്ട ചരിത്രമുള്ള ഒരു ലോകത്ത് തനിക്ക് കിട്ടിയ തളികയിൽ, വെള്ളിത്തളികയിൽ വെച്ച് കിട്ടിയ അധികാരത്തെ നിരാകരിച്ച് അത് ഏട്ടൻ അർഹതപ്പെട്ടതാണെന്ന് കരുതി ഏട്ടൻ്റെ പാതുകങ്ങൾ, പരമ്പൊരുളിൻ്റെ പാതുകങ്ങൾ ശിരസിലേറ്റിക്കൊണ്ട് ഏട്ടനെ, ജ്യേഷ്ഠനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വരുന്ന ഭരതൻ്റെ ചിത്രം നമുക്ക് മറക്കാൻ കഴിയില്ല. അത് എല്ലാ കാലത്തും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഇത്തരം ഭരണീയരുടെ രാമായണ കാലത്തുള്ള ഭരണത്തോടുള്ള ധർമ്മിഷ്ഠത എത്ര വലുതാണെന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. എഴുത്തച്ഛൻ ഇത് രാമായണം എഴുതുന്ന കാലത്ത് നാടുവാഴികളാണ് കേരളം ഭരിച്ചത്. നാടുവാഴികൾ ഭോഗാലസന്മാരായിട്ട് ഇങ്ങനെ ഭരിച്ച് മതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാമായണം ഉണ്ടായത് എന്നും ഈ എഴുതിയ രാമായണം അവർ ഒരാവർത്തിച്ച് വായിച്ചാൽ കേരളം ഭ്രാന്താലയമാകില്ല എന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ ഒരു ചൊല്ല് തന്നെ. ഭരിക്കുന്നത് രാവണനാണെങ്കിൽ പ്രജകൾ രാക്ഷസരാകും എന്ന കാര്യവും രാമായണം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ജീവിതത്തിൻ്റെ ഒരു വൈകാരികമായ ചില സന്ദർഭങ്ങളുണ്ട്. ഭർത്താവ് മരിച്ചാലും അല്ലെങ്കിൽ മകൻ്റെ പിതാവ് മരിച്ചാലും മകൻ രാജ്യം ഭരിക്കണമെന്നാഗ്രഹിച്ച അമ്മ രാമായണത്തിലുണ്ടായിരുന്നു. കൈകേയിയുടെ ജീവിതം നമുക്കറിയാം. മകൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, മകൻ രാജാവാകണം എന്ന് ശഠിക്കുന്നവർക്ക് ഒടുവിൽ എന്ത് സംഭവിക്കും? ഇന്നലെ വരെ പ്രിയപ്പെട്ടതായിരുന്നു കൈകേയിക്ക് ശ്രീരാമൻ. ഭരതനേക്കാൾ ഇഷ്ടമായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് ഒരു മായാമോഹങ്ങളിൽ പെട്ടുപോയാൽ എങ്ങനെയായിരിക്കും? ആ രാമനെയാണ് 14 കൊല്ലം കൈകേയി നാടുകടത്തുന്നത്. ഇത് മനസ്സിൻ്റെ ഒരു പ്രഹേളികയെ വാൽമീകി ഋഷി നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരായിരിക്കും കൂടുതലും. പക്ഷേ ലോകനന്മക്ക് വേണ്ടി മകനെ കൊടുത്ത അമ്മയെ നമ്മൾ ഇവിടെ രാമായണത്തിൽ കാണുന്നു. ലോകനന്മക്ക് വേണ്ടി, ലോകനന്മ എന്ന് പറയുന്നത് രാമൻ കാട്ടിലേക്ക് പോകുന്നത് 14 കൊല്ലത്തെ അച്ഛൻ്റെ വാക്ക് പാലിക്കാനല്ല, അതുമാത്രമല്ല ലോകരക്ഷക്കാണ്. അസുരവംശത്തിൽ നിന്ന് ഭൂമിയെയും ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ജ്യേഷ്ഠൻ്റെ യാത്രക്ക് അനുജൻ, അതായത് തൻ്റെ മകനെ അയക്കുന്ന സുമിത്ര കൈകേയിൽ നിന്ന് എത്ര വ്യത്യസ്തയാണെന്ന് രാമായണം നമുക്ക് കാണാം. മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരും രാമായണത്തിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കൈകേയി തന്നെ തൻ്റെ മകൻ ഭരതന് വേണ്ടി കരയുന്ന മാതാവ്. മണ്ഡോദരി രാവണൻ്റെ സാക്ഷാൽ രാക്ഷസ രാജാവിൻ്റെ ഭാര്യയായ മണ്ഡോദരി മകനായ ഇന്ദ്രജിത്തിന് വേണ്ടി കരയുന്നു. കൗസല്യ സാക്ഷാൽ ജഗദീശ്വരൻ മഹാവിഷ്ണു മകനായിട്ട് ജനിച്ചിട്ടും
രാമൻ 14 കൊല്ലം കാട്ടിൽ കഴിയുന്ന 14 കൊല്ലവും കൗസല്യയും കരയുകയായിരുന്നു. ഭർത്താവ് ചക്രവർത്തിയായിട്ടും ഒരമ്മ കരയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയുന്നു. ഇന്ദ്രനെ ജയിച്ച മകനായിട്ടും ആ അമ്മ കരയുന്നു. ഭർത്താവ് ചക്രവർത്തിയായിട്ടും ഒരമ്മ മകനെ രാജാവാക്കാൻ വേണ്ടി കരയുന്നു. മകൻ ഈശ്വരനായിട്ടും ഒരമ്മ ആ മകന് വേണ്ടി കരയുന്നു. ഈ മാതൃവിലാപങ്ങളുടെയൊക്കെ സൂക്ഷ്മാംശം ശരിക്കും നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ആര് മരിച്ചാലും എനിക്ക് രാജാവാകണമെന്ന് കരുതുന്ന രാവണൻ, ആര് മരിച്ചാലും അതിൽ അനുജൻ മരിക്കുന്നു, അനുജന്മാരും കുടുംബവും മകനും എല്ലാവരും മരിച്ചിട്ടും എൻ്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടരുത് എന്ന് കരുതുന്ന രാവണന്മാർ, അതോടൊപ്പം തന്നെ അച്ഛൻ മരിച്ചാലും മകൻ രാജാവാകണമെന്ന് കരുതുന്ന സ്ത്രീകൾ, അതോടൊപ്പം തന്നെ നാടിനു വേണ്ടി കരഞ്ഞ അമ്മമാരുണ്ടായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ സുമിത്രയെപ്പോലുള്ള അമ്മമാർ. ചുറ്റിലും അമ്മമാരുടെ കരച്ചിലുകൾ. അവർ എന്തിനു കരയുന്നു എന്നുകൂടി ഈ അവസരത്തിൽ ഈ എപ്പിസോഡ് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ കൗസല്യയും താര കരയുന്നുണ്ട്. താരാവിലാപം രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗമാണ്. തൻ്റെ ഭർത്താവ് രാമബാണമേറ്റ് മരിക്കുന്ന സമയത്തുള്ള വിലാപം ആ താരയെപ്പോലുള്ള അമ്മയും പാണ്ഡിത്യമുള്ള പ്രലോഭനീയയായ അനുചിതമായിട്ട് എവിടെയും സംസാരിക്കാൻ കഴിയുള്ള ധീരവനിതയാണ് താര. താര ബാലി യുദ്ധത്തിന് പോകുന്ന സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ബാലി സുഗ്രീവ യുദ്ധം പോലെ ഒരു യുദ്ധം ലോകത്തുണ്ടായിട്ടില്ല എന്ന് വേണം പറയാം. അനുജനായ സുഗ്രീവനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ജ്യേഷ്ഠൻ ബാലി, പാവം അനുജൻ സുഗ്രീവൻ ഭയപ്പെട്ട് ഋഷിമുഖാചലത്തിൻ്റെ മേലെ കഴിയുമ്പോഴാണല്ലോ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാന്വേഷണത്തിനുള്ള വഴിയിൽ കാണുന്നത്. അവിടെയാണ് സുഗ്രീവ സഖ്യമുണ്ടായത്. ഈ സുഗ്രീവ സഖ്യത്തോടെ സുഗ്രീവനും രാമനും ഒരേപോലെ ദുഃഖിതരാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങളാണ്. സുഗ്രീവന് നഷ്ടപ്പെട്ടത് രാജ്യവും വീടും കുടുംബവുമാണെങ്കിൽ രാമന് നഷ്ടപ്പെട്ടതും രാജ്യമാണ്. അയോധ്യ എന്ന രാജ്യം നഷ്ടപ്പെട്ടു. ഇവിടെ സുഗ്രീവനും ഭാര്യയെ നഷ്ടപ്പെട്ടു. രുമ എന്ന സുഗ്രീവ പത്നിയെ ബാലി ഏട്ടൻ അപഹരിച്ചു കൊണ്ടുപോയി. തനിക്ക് അവകാശപ്പെട്ട രാജ്യത്തിൻ്റെ പാതി ഏട്ടൻ കെട്ടുകൊണ്ടുപോയി. രാമനും അങ്ങനെ നാടുകടത്തപ്പെട്ട ഒരാളാണ്. രാമനും അതേപോലെ ഭാര്യയെ നഷ്ടപ്പെട്ട ഒരാളാണ്. തുല്യ ദുഃഖിതർ തമ്മിലാണല്ലോ സൗഹൃദമുണ്ടാവുക. അങ്ങനെയാണ് സുഗ്രീവ സഖ്യമുണ്ടായത്. സീതാന്വേഷണത്തിന് തൻ്റെ സേനയെ സഹായിക്കുമെന്ന് സുഗ്രീവനും ഈ ദ്രോഹം ചെയ്ത ഭാര്യയെ വധിക്കുമെന്ന് രാമനും സത്യം ചെയ്തു. ഈ സഖ്യത്തിന് ശേഷം സുഗ്രീവൻ ഏട്ടനെ വെല്ലുവിളിക്കുന്നൊരു സന്ദർഭം കിഷ്കിന്ധാഖണ്ഡത്തിലുണ്ട്. ബാലിയെ പോയിട്ട് വാ, യുദ്ധത്തിന് വാ എന്ന് വിളിക്കുന്നു. ആ സമയം താര അവിടെ ഉണ്ടായിരുന്നു. താരയുടെ ആ നയചാതുര്യം ഇവിടെയാണ് കാണേണ്ടത്. താര പഞ്ചകന്യകാരത്നങ്ങളിൽ ഒരാളാണ്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ. അത് താര എന്തുകൊണ്ട് പഞ്ചകന്യകാരത്നങ്ങളിൽ ഒരാളായി? ആധ്യാത്മിക കന്യകമാരായി തീർന്ന ശ്രേഷ്ഠ വനിതകളിൽ ഒരാളായി. താര യുദ്ധത്തിന് അനുജൻ വെല്ലുവിളിക്കുന്ന സമയത്ത് ഭർത്താവോട് പറയുകയാണ്, അങ്ങ് യുദ്ധത്തിന് ഇറങ്ങരുത്. കാരണം ഈ കാട്ടിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും വന്നു എന്ന് അംഗദന്, താരയുടെ മകനായ അംഗദന് ചാരന്മാർ മുഖാന്തരം വിവരം കിട്ടിയിട്ടുണ്ട്. ലോക വീരന്മാരായ അവർ ഒരു പക്ഷേ സുഗ്രീവൻ്റെ പിന്നിലുണ്ടാകാം. നാരികൾക്ക് നയനം സസൂക്ഷ്മം എന്നാണല്ലോ പണ്ഡിതന്മാർ പറയുന്നത്. നാരികൾക്ക് നയനം സസൂക്ഷ്മം, സൂക്ഷ്മമായി കാര്യങ്ങൾ കണ്ടെത്താൻ സ്ത്രീകൾക്ക് കഴിയും. ആ കഴിവായിരിക്കാം ഒരുപക്ഷെ താര ഭർത്താവ് ബാലിയോട് പറയണം, അങ്ങ് അതുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങരുത്, ഈ പോരിന് ഇറങ്ങരുത്, സുഗ്രീവൻ്റെ പിന്നിൽ രാമനും ലക്ഷ്മണനുമുണ്ട് എന്ന്. പക്ഷേ മൂത്ത അഹങ്കാരിയായ ബാലി അത് ശ്രദ്ധിച്ചില്ല. യുദ്ധത്തിന് പുറപ്പെട്ടു. സുഗ്രീവൻ അന്ന് നല്ല പ്രഹരമേറ്റ് മരിക്കാറായി. പോയിക്കോ പറഞ്ഞിട്ട് അയച്ചു. പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് സുഗ്രീവനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാലയിട്ട് ആണല്ലോ അയച്ചത്.
വീണ്ടും സുഗ്രീവൻ വെല്ലുവിളിച്ച സമയം താര അവിടെയും ബാലിയോട് ഉപദേശിക്കുന്ന ഭാഗമുണ്ട്. അങ്ങ് ഇന്നിറങ്ങരുത്, തീർച്ചയായും അവരുടെ തൊട്ട് പിറകിൽ രാമനും ലക്ഷ്മണനുമുണ്ട് എന്ന്. അല്ലാതെ സുഗ്രീവൻ രണ്ടാം ദിവസവും വരാൻ സാധ്യതയില്ല. എത്ര വിദഗ്ധയാണ് അവർ. ജീവിതത്തിലും യുദ്ധത്തിലും ഭരണത്തിലും കാര്യഗ്രഹണത്തിലും ഭർത്തൃശുശ്രൂഷയിലും താര എത്ര വിദഗ്ധയാണ്. പക്ഷെ ബാലി അനുസരിച്ചില്ല. അതുപോലെയാണ് നമ്മൾ മണ്ഡോദരിയൊക്കെ കാണുന്നത്. ഭർത്താവിനോട് രാവണനോട് പറയേണ്ടതൊക്കെ പറഞ്ഞു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. ഇവിടെ മണ്ഡോദരിയും താരയൊക്കെ, ആ ഭാര്യമാരൊക്കെ. താര ബാലിയെ പ്രദക്ഷിണം ചെയ്തിട്ട് പോയി. പിന്നീടാണ് ബാലിയുടെ മരണമുണ്ടാകുന്നത്. ആ മരണത്തിലാണ് താരയുടെ വിലാപം. ഭർത്താവിൻ്റെ മരണത്തിൽ താരയുടെ വിലാപം, മകൻ്റെയും ഭർത്താവിൻ്റെയും മരണത്തിൽ മണ്ഡോദരിയുടെ വിലാപം, ഇവിടെ മകനെ രാജാവാക്കാൻ പറ്റാത്തതിൽ കൈകേയിയുടെ വിലാപം, മകൻ 14 കൊല്ലം കാട്ടിൽ കഴിഞ്ഞതിൻ്റെ ദുഃഖം കൊണ്ട് കൗസല്യയുടെ വിലാപം. രാമായണം കണ്ണീരിൻ്റെ കഥ കൂടിയാണ്. ഇത് ജീവിതത്തിൽ ഇന്നത്തേക്കും നമുക്ക് വലിയ പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.